പേടിപ്പിച്ചു കളഞ്ഞല്ലോ മമ്മിയെ എല്ലാവരെയും. ഫ്രണ്ട്സ്, ഇന്നലെ പെട്ടെന്ന് ഇവൻ ബാക്കിലത്തെ കാല് ഒന്ന് വിറച്ച് വന്നിട്ട് വീണായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നു. അപ്പോൾ ഇവൻ എവിടെയെങ്കിലും വീണോയെന്ന് ചോദിച്ചു. പക്ഷേ ഇവന് ഒരിടവും വീണോന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ഇന്നലെ ഒരു ചെറിയ മഴ പെയ്തു. അപ്പോൾ അതിൽ ഇനി സ്റ്റെപ്പിൽ വെള്ളം ഉണ്ടായിട്ട് നമ്മൾ കാണാതെ വീണോ എന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഇവൻ കയറാൻ പറ്റുന്നുണ്ട്, സ്റ്റെപ്പിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് മോൻ ഇവനെ എടുത്തുകൊണ്ട് വന്നു. ഇന്നലെ രാത്രി 11 മണിക്കാണ് സംഭവം കേട്ടോ. 11 മണിയായപ്പോൾ എല്ലാ പെട്ടികടയും അടച്ച്. പിന്നെ മെഡിസിൻ കൊറിയറിൽ വരുത്തിച്ച് പെട്ടെന്ന് തന്നെ മെഡിസിൻ കൊടുത്ത്. അത് കഴിഞ്ഞ് ഒരു 12 മണിയായപ്പോൾ അവൻ കട്ടിലിൽ കയറി ചാടാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി. ഇന്ന് പുറത്ത് കൊണ്ടുപോയി അപ്പിയൊക്കെ അടിപ്പിച്ചു, മൂത്രമൊക്കെ ഒഴിപ്പിച്ചു വന്നു. എന്നാലും മോൻ്റെ വാക്കിന് ഇന്ന് ദൂരെ ഒന്ന് ഡോക്ടർ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയില്ല. അടുത്തൊക്കെ കൊണ്ടുപോയി പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ. ഞങ്ങളെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു കളഞ്ഞു. ഇപ്പം നടക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുക്കണ്ട, ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഇവൻ നടക്കുന്നതൊക്കെ ഡോക്ടർ വന്ന് കണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഡോക്ടർ പറയുമ്പോഴേ ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ. എന്തോ പറ്റി ഇവൻ വീണതാണോ അതോ ഇനി കട്ടിലിൻ്റെ ഇടയിലൊക്കെ കയറി വന്നപ്പോൾ എന്താണോ എന്ന് അറിഞ്ഞൂടാ. ചേട്ടൻ വന്നപ്പോൾ കളിച്ച മോനാട്ടോ. പെട്ടെന്ന് കാല് ഒന്ന് വിറവൽ വന്നിട്ട് ഇപ്പം വീഴാൻ തുടങ്ങി. എവിടെയോ വീണതാണോ എന്താണെന്നാണ് ഡോക്ടർ പറയുന്നത്. എവിടെയും കാണാതെ കാലെവിടെയോ തട്ടി വേദനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പിലെങ്ങാണ്ടും വീണെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടില്ല. ഇവൻ ചേട്ടനോട് കളിച്ചൊക്കെ പോയതാട്ടോ. കളിച്ചൊക്കെ പോയിട്ട് ഒന്ന് കിടക്കുന്നായിരുന്നു. പെട്ടെന്ന് വന്ന് നോക്കിയപ്പോൾ അവൻ ഒന്ന് വീണ് അവൻ്റെ കാല് ഡിസ്ബാലൻസ് ആവുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വീഡിയോ കോളിൽ കണ്ടു ഇവനെ. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഡോക്ടർ വന്ന് നോക്കി മെഡിസിനൊക്കെ തന്നു. ഓക്കെ ആയി കേട്ടോ. കുഴപ്പമൊന്നുമില്ല കാലിലൊന്നും. അപ്പോൾ നടക്കാനൊക്കെ തുടങ്ങി.